നമസ്കാരം. കൊടകര കള്ളപ്പണ കേസിൽ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശിക്കുന്ന ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് ദുരൂഹമായി തുടരുകയാണ്. തന്റെ ഹോട്ടലിനെ കുറിച്ചല്ല ഇഡി പറയുന്നതെന്ന് തുഷാർ വെള്ളാപ്പള്ളി വിശദീകരിച്ചതോടെയാണ് ഇത്. മൊത്തത്തിൽ ഒരു പുകമറ സൃഷ്ടിച്ചു തുഷാർ വെള്ളാപ്പള്ളി. അതിനിടെ പലവിധ അഭ്യൂഹങ്ങൾ ട്രാവൻകൂർ പാലസിനെ ചൊല്ലി പടരുന്നുണ്ട്. രാജകൊട്ടാരത്തിന്റെ ഭൂമിയാകാം ഇതെന്ന വാദവും സജീവമാണ്. ഏതായാലും ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഇഡി ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ല. കൊടകരയിൽ കൊള്ളയടിക്കപ്പെട്ട 3.56 കോടി രൂപ ആലപ്പുഴയിലെ ട്രാവൻകൂർ പാലസ് വക സ്ഥലം വാങ്ങാൻ കേസിലെ കോഴിക്കോട് സ്വദേശി ധർമ്മരാജൻ ഡ്രൈവർ ഷാംജീർ കൈവശം കാറിൽ കൊടുത്തുവിട്ടെന്നാണ് ഇഡിയുടെ നിലപാട്. BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഉടമസ്ഥതയിൽ ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിന്റെ പേര് ട്രാവൻകൂർ പാലസ് എന്നാണ്. എന്നാൽ കുറ്റപത്രത്തിൽ പറയുന്ന ട്രാവൻകൂർ പാലസിന്റെ ഉടമസ്ഥൻ താനല്ല എന്നാണ് തുഷാർ പ്രതികരിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടെയായ വെള്ളാപ്പള്ളി നടേശന്റേതാണ് ഈ ഹോട്ടൽ എന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ നടത്തിപ്പ് ചുമതലയും ആധാരവുമെല്ലാം മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടേതാണ്. BJPയുടെ സഖ്യകക്ഷിയാണ് BDJS. തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ പേരിൽ ആലപ്പുഴയിലുള്ള ഏതെങ്കിലും ഭൂമിയെക്കുറിച്ചാവാം പരാമർശമെന്ന് തുഷാർ പറഞ്ഞതായി മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത്. അതേക്കുറിച്ച് തനിക്കറിയില്ല. താനുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്തതിനാൽ ഇഡി ഇക്കാര്യം തന്നോട് ചോദിച്ചിട്ടുമില്ല എന്നാണ് തുഷാർ വ്യക്തമാക്കിയത്. ആലപ്പുഴയിൽ രാജകൊട്ടാരത്തിന് കയർ ഫാക്ടറി ഉണ്ട്. ഇത് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുകയാണെന്ന സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. 2021 ഏപ്രിൽ 3 പുലർച്ചെയാണ് കവർച്ച നടന്നത്. 7 ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ട ധർമ്മരാജൻ പോലീസിന് നൽകിയ മൊഴിയിൽ ട്രാവൻകൂർ പാലസ് വക സ്ഥലം വാങ്ങാൻ കൊണ്ടുപോയ തുകയാണ് കവർച്ച ചെയ്യപ്പെട്ടതെന്ന് പറയുന്നില്ല. കേസിൽ 2022 നവംബർ 15 രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത് വരെ ധർമ്മരാജൻ ഈ വിവരം വെളിപ്പെടുത്തിയിട്ടില്ല. ഇഡി കഴിഞ്ഞ 25 PMLA പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ട്രാവൻകൂർ പാലസ് എത്തുന്നത്. ധർമ്മരാജനും പരസ്യ പ്രതികരണങ്ങൾ നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഈ പാലസിനെ കുറിച്ച് ചർച്ചയും സജീവമാണ്. കൊടകര കുഴൽപ്പണ കേസിൽ BJPയെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് CPM പ്രതിഷേധ മാർച്ചും നടത്തും. പോലീസ് റിപ്പോർട്ടിനെ അട്ടിമറിച്ച് ഇഡി സമർപ്പിച്ചിരിക്കുന്നത് BJPയെ വെള്ളപൂശിയുള്ള റിപ്പോർട്ടാണെന്നാണ് CPM ആരോപണം. കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ആലപ്പുഴയിലുള്ള വസ്തു വാങ്ങുന്നതിന് ഡ്രൈവർ ഷംജീറിന്റെ പക്കൽ ധർമ്മരാജ് കൊടുത്തുവിട്ട 3.56 കോടി രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 23 പ്രതികളുള്ള കേസിൽ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച രേഖകൾ ധർമ്മരാജ് ഹാജരാക്കിയിരുന്നുവെന്നും കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കൊണ്ടുവന്നത് BJPയുടെ പണമല്ലാത്തതുകൊണ്ട് ഇനി തുടരന്വേഷണം വേണ്ടെന്നാണ് ഇഡിയുടെ വാദം. എന്നാൽ കേസിൽ BJP ബന്ധം വ്യക്തമായി വെളിപ്പെടുത്തുന്ന പോലീസ് റിപ്പോർട്ട് BJPയെ രക്ഷിക്കാൻ ഇഡി അട്ടിമറിച്ചെന്നാണ് CPM ആരോപിക്കുന്നത്. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കർണാടകത്തിൽ നിന്ന് കൊണ്ടുവന്ന കള്ളപ്പണമാണ് തട്ടിയെടുത്തതെന്ന് പോലീസ് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് കണ്ടെത്തിയ കളവ് മുതലിന് പുറമെ 3 ലക്ഷം രൂപയും 8 ലക്ഷം രൂപയുടെ വസ്തുവും കണ്ടുകിട്ടിയതായും ഇഡി പറയുന്നു. കോൺഗ്രസും ഇഡിക്കെതിരെ സജീവമാണ്. പാർലമെന്റിൽ അടക്കം കോൺഗ്രസ് ഈ വിഷയം ചർച്ചയാക്കി. കൊടകര കള്ളപ്പണ കേസിൽ സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ കോൺഗ്രസ് ബഹളമുണ്ടാക്കുകയും ചെയ്തു. ശൂന്യവേളയിൽ കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷാണ് വിഷയം ഉന്നയിച്ചത്. BJPയുടെ കള്ളപ്പണ ശൃംഖലയെ ഇഡി സംരക്ഷിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പാർട്ടി MPമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. കൊടകര കേസ് വെറുമൊരു ഹൈവേ കവർച്ചയല്ലെന്നും കണക്കിൽപ്പെടാത്ത 3.5 കോടി ഉൾപ്പെട്ട ഹവാല ഓപ്പറേഷൻ ആണെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണത്തിന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയെ ഏൽപ്പിക്കണമെന്നും കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു. BJP ബന്ധം വ്യക്തമായിട്ടും വെറും കള്ളപ്പണ ഇടപാടായി ചുരുക്കി ഇഡി മനഃപൂർവ്വം അന്വേഷണം മരവിപ്പിച്ചെന്നുമാണ് കൊടിക്കുന്നിൽ പറഞ്ഞത്. കൊടിക്കുന്നിൽ സുരേഷ് പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങുകയും ചെയ്തു. നന്ദി.